സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞു. 194 പേരാണ് മത്സരരംഗത്തുള്ളത്. മാറിമറിയുന്ന വിവാദങ്ങൾ, രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഇനി കൂടുതൽ ചൂടുപിടിച്ച് മുന്നേറും. വിവരങ്ങളുമായി ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡി ബിനോയ് കൂടി ചേരുന്നു. ബിനോയ്, സംസ്ഥാനത്താകെയും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെയും തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ചൂടുപിടിച്ച നിമിഷങ്ങൾ, ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഉള്ള ഏറ്റവും പ്രമുഖമായൊരു മുഹൂർത്തമാണ് ഈ പത്രികകളൊക്കെ പിൻവറിച്ച് കൂടുതൽ ഷാർപ്പായി അന്വേഷണ രംഗം സജീവമാകുന്നത്. ഏതൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളാണ് പ്രധാനമായും അലയടിക്കുക? ദേശീയ നേതാക്കന്മാരടക്കം മണ്ഡലങ്ങളിലേക്ക് ഒഴുകുന്ന നിമിഷം കൂടി. അജിബ് ഷാ, തീർച്ചയായിട്ടും ഇന്നലെയോടുകൂടി തന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നലെയായിരുന്നു. ഇന്നലെ നാമനിർദ്ദേശ പത്രികകൾ 10 എണ്ണമാണ് പിൻവലിച്ചത്. അതോടുകൂടി 194 പേർ സംസ്ഥാനത്തെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മത്സരം ഏകദേശം വലിയ ചൂടിലേക്ക് കടക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇനി പ്രചാരണ പരിപാടികളുമായി സംസ്ഥാനത്തെത്തും. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയും എൻഡിഎയും തങ്ങളിലാണ് മത്സരിക്കുന്നതെങ്കിൽ കേരളത്തിലാകട്ടെ ഇന്ത്യ മുന്നണി രണ്ടായി പിരിഞ്ഞു നിന്നുകൊണ്ട് UDFും LDFുമായി മത്സരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും. 20 പ്രത്യേകിച്ച് നമുക്ക് തെക്കൻ കേരളത്തിലെ മത്സരങ്ങളുടെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ മത്സരമായിരിക്കും തെക്കൻ കേരളത്തിൽ ഉണ്ടാവുക. പ്രത്യേകിച്ചും തിരുവനന്തപുരം, ആറ്റിങ്ങൽ, അതുപോലെ തന്നെ പത്തനംതിട്ട, അതുപോലെ മാവേലിക്കര, അങ്ങനെ തുടങ്ങി ആലപ്പുഴ വരെയുള്ള ജില്ലകളിലെല്ലാം തന്നെ കൃത്യമായും വലിയ തരത്തിലേക്ക് മത്സരങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 3 മാസത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികൾ സംസ്ഥാനത്ത് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അന്നൊക്കെ തന്നെ പ്രചരണത്തിന് വിവിധ വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. ഓരോ ദിവസങ്ങളിലും വ്യത്യസ്ത വിഷയങ്ങൾ, ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ, വലിയ ചർച്ചകളൊക്കെ തന്നെ കേരള രാഷ്ട്രീയം കണ്ടിരുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ദിവസങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിന്റെ ആദ്യ നാളുകളിൽ പ്രധാന ചർച്ചയായി വന്നത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളായിരുന്നു. UDF മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ UDFിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ LDFിന്റെ പക്കലും CAA പോലുള്ള അല്ലെങ്കിൽ CAA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ മൗനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. പിന്നീട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ ചർച്ചകൾ വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെ NDA ആകട്ടെ കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് NDAയും വന്നു. അങ്ങനെ 3 മുന്നണികളും വ്യത്യസ്തമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ പിടിച്ച തരത്തിലേക്കുള്ള മത്സരം തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം ശക്തമായ ത്രികോണ മത്സരത്തിന്റെ വേദിയായി മാറുന്നു. 2 പ്രാവശ്യം BJP 2ാം സ്ഥാനത്തെത്തിയ പാർലമെന്റ് മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. അത്തരത്തിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളും വളരെ ശ്രേഷ്ഠരാണെന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ശ്രദ്ധേയനായ 4 പ്രാവശ്യം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ശശി തരൂർ, തൊട്ടു പിന്നാലെ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ മേഖലകളിൽ നിന്നും വളരെ ശ്രദ്ധേയനായ പന്ന്യൻ രവീന്ദ്രൻ. കാരണം അദ്ദേഹം CPIയുടെ മുതിർന്ന നേതാവാണ്. അത്തരത്തിൽ നേതാക്കന്മാർ തങ്ങളിലൊരു മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നതെങ്കിൽ ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ മത്സരം വീണ്ടും കേന്ദ്രമന്ത്രി V മുരളീധരൻ, ഒപ്പം അടൂർ പ്രകാശ്, നേരത്തെ കോന്നിയിലെ MLA ആയിരുന്നു. കോന്നിയിൽ നിന്നും ആറ്റിങ്ങൽ പിടിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യവുമായി ആറ്റിങ്ങലിലെത്തിച്ച അടൂർ പ്രകാശ് വീണ്ടും മത്സരരംഗത്ത് എത്തുന്നു. അവിടെ LDFിന്റെ സ്ഥാനാർത്ഥി CPMന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ V ജോയിയാണ്. കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലത്തും ശക്തമായ മത്സരം. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ, ഒപ്പം അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത് CPMന്റെ തന്നെ M മുകേഷ് MLA ആണ്. അതുപോലെ തന്നെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ പത്തനംതിട്ട BJPയുടെ A ക്ലാസ് മണ്ഡലമായിട്ടാണ് കണക്കുകൂട്ടുന്നത്. അവിടെ അനിൽ ആന്റണി, അതായത് കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തപ്പെട്ട അനിൽ ആന്റോ ആന്റണി, ഒപ്പം തോമസ് ഐസക്, CPM BJP കോൺഗ്രസ്, ഇങ്ങനെ 3 പാർട്ടികൾ തമ്മിലുള്ള ത്രികോണ മത്സരം തെക്കൻ കേരളത്തിൽ സാധ്യമായിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയെ തന്നെ A ക്ലാസ് മണ്ഡലമായി പ്രഖ്യാപിച്ചത്. കാരണം ശോഭാ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിലെത്തിയതോടുകൂടി അവർക്ക് അല്ലെങ്കിൽ BJPക്ക് സ്വീകാര്യത കൂടിയിരിക്കുന്നു. BJP സ്ഥാനാർത്ഥിക്ക് ജനശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ തെക്കൻ കേരളത്തിൽ വാശിയേറിയ ത്രികോണ മത്സരങ്ങളാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. അജിബ് ഷാ.